ജംഇയ്യത്തുൽ ഉലമയുടെ ഒരുപാട് സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഈ നെഹ്റു മൈതാനി എന്നുള്ളത്. ആ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് മുഴുവനും ഇന്ന് നടത്തപ്പെടുന്നൊരു സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷികം. ഇതിൻ്റെ മഹാസമ്മേളനം കേരളത്തിലെ ആലപ്പുഴയിൽ വെച്ച് ഫെബ്രുവരി മാസം 11 മുതൽ 14 വരേക്ക് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ഈ കർണാടകയിലെ ദക്ഷിണ കർണാടകയിൽ വെച്ച് നടത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചത്. കർണാടകയിൽ അങ്ങനൊരു സമ്മേളനം, ഉദ്ഘാടന സമ്മേളനം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചതിന് ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദർശ വിശുദ്ധി എന്ന മുദ്രാവാക്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് സമർപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ മഹിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംശുദ്ധ ജീവിതം നയിക്കുന്ന തലമുറകളെ വാർത്തെടുക്കാൻ സാധിക്കണം. ഭൗതിക പുരോഗതിയേക്കാൾ ആത്മീയ പുരോഗതി കൈവരിക്കണം. ലോക സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നാം. ശാന്തിയുടെ മതമാണ് ഇസ്ലാം. മിണ്ടാ പ്രാണിയോടും മരങ്ങളോട് പോലും കരുണ വേണമെന്നരുളിയ മതം. ലോകത്ത് അക്രമം അഴിച്ചുവിട്ടും നിരപരാധികളെ വേട്ടയാടിയും കഴിയുന്ന IS പോലുള്ള ഭീകരന്മാർക്ക് ഇസ്ലാമിൻ്റെ നാമം ഉച്ചരിക്കാൻ പോലും അർഹതയില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചൂണ്ടിക്കാട്ടിയ ആ വഴി മാത്രമാണ് അന്തിമ വിജയത്തിൻ്റെ മാർഗം. ആ ഉന്നത പാതയിലൂടെ മുന്നോട്ടു പോകാനും ഇഹപര വിജയം കൈവരിക്കുവാനും പ്രപഞ്ചനാഥൻ തുണക്കുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ ആ എല്ലാം വഴിയെ പിൻപറ്റി ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ സംഘടനകളെപ്പോലെ അല്ല, ദീവാനു സാലിഹീനിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ എങ്ങനെയാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അതേ മാർഗമനുസരിച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മുശാവറ മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ ഇസ്ലാമിക ചൈതന്യം വരും കാലങ്ങളിലും ശക്തമാക്കുന്നതിനും വ്യത്യസ്ത മതസമൂഹം ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും സൗഹൃദവും അത് പൂർവോപരി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അധാർമിക അരാജകത്വമായ സാഹചര്യങ്ങളിൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളു ജീവിക്കുവാൻ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്ന ഈ മഹാസമ്മേളനം എന്തുകൊണ്ടും വളരെ വിജയമാണ്. അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും ವಿಜಯಗಳ ಕೂಟದಲ್ಲಿ ಉൾಪಡುತ್ತುಮಾರಾಗಟ್ಟೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಆ ಮನಸ್ಸಿನಲ್ಲಿ ದ್ವೇಷವನ್ನ ಹಂಚುವಂತ ಮನಸ್ಸು ಯಾರಿಗೆ ಕೊಡಬೇಡ ದೇವರೇ. ಅಲ್ಲಾಹುವೇ ಎಲ್ಲರಿಗೂ ಪ್ರೀತಿಯನ್ನು ಕೊಡ್ತಕ್ಕಂಥ ಮನಸ್ಸನ್ನು ಕೊಡು. ದ್ವೇಷದಿಂದ ಯಾರೊಬ್ಬನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ, ಪ್ರೀತಿಯಿಂದ ಜಗತ್ತನ್ನು ಗೆಲ್ಲಬಹುದು ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತು. ಮುಂದಿನ ದಿನ ಸಾಮರಸ್ಯಗಳಾಗಲಿ, ಮುಂದಿನ ದಿನ ಬಲಿಷ್ಠ ಭಾವೈಕ್ಯ ದಿನಗಳಾಗಲಿ ಅನ್ನುವಂಥ ಮಾತನ್ನು ಹೇಳ್ತಾ ನನ್ನ ಒಂದು ಎರಡು ಮಾತಿಗೆ ವಿರಾಮವನ್ನು ಆಡ್ತೇನೆ. ವಾಕರ್ದವನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ನಮಸ್ಕಾರ ನಮಸ್ಕಾರ ನಮಸ್ಕಾರ. സ്നേഹിതരെ കേൾക്കുവിൻ, സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്ന നേര്. സുന്നി പ്രസ്ഥാനത്തിൻ നെടും തൂണാണ് സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ്. സുന്നി പ്രസ്ഥാനത്തിൻ നെടും തൂണാണ് സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ്. പേര് സമസ്തയും മശഹൂറാണ്. ഊരിൽ മുസൽമാന്റെ ഇസ്സത്തൊന്നാണ്. പേര് സമസ്തയും മശഹൂറാണ്. ഊരിൽ മുസൽമാന്റെ ഇസ്സത്തൊന്നാണ്.
നെടും തൂടാണ് സുന്നത്ത് ജമാഅത്ത്. ഒരു ഉദ്ഘാടന സമ്മേളനം എന്ന നിലയിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെയുള്ള എല്ലാ ജനങ്ങളോടും സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. സൗഹൃദത്തെ സംബന്ധിച്ചാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ಪಾಠಗಳಾണ് നമ്മുടെ ಪಿಂಜು ಮಕ್ಕಳಿಗೆ ನಾವು പഠിപ്പിക്കുന്നത്. ಬಹಳಷ್ಟು ಸಂತೋಷವಾಗ್ತಿದೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ. ಬಹುಶಃ ಇದು ಬಹಳಷ್ಟು ಉಲೇಮಾಗಳಿರುವಂತಹ ಒಂದು ವೇದಿಕೆಯಲ್ಲಿ ಈ ಒಂದು ವೇದಿಕೆ ಬಂದು ಎಲ್ಲ ಉಲೇಮಾಗಳ ದುವಾ ಪಡೆಯುವಂಥ ಅವಕಾಶವನ್ನು ಅಲ್ಲಾಹ್ ತಾಲ ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಪ್ರಥಮವಾಗಿ ಎಲ್ಲ ಉಲೇಮಾಗಳ ಮತ್ತು ಉಮರಾಕಳ ದುವಾ ನಾನು ಇವತ್ತು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ, പക്ഷെ ഇതര മതസ്ഥരോടുള്ള സമീപനം സൗഹൃദപരമായ സമീപനമാണ്, സഹിഷ്ണുതാപരമായ സമീപനമാണ്. അതാണ് ദീൻ പഠിപ്പിച്ചത് എന്ന് സമസ്ത പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള IS മാത്രമല്ല, ബൊക്കോ ഹറാമിനെ മാത്രമല്ല, താലിബാനെ മാത്രമല്ല, അൽ ഖായിദയെ മാത്രമല്ല, തഹ്രീക്കെ താലിബാനെ മാത്രമല്ല, ഈ തരത്തിലുള്ള സകലമായ തീവ്രവാദ സംഘടന എതിർക്കുന്ന അതേ സമയത്ത് തന്നെ സ്വന്തം നാട്ടിൽ ജനിച്ച മണ്ണിൽ വളർന്നു വന്ന ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉയർന്നു വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി എതിർക്കുകയും മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ഈ പുതിയ തീവ്രവാദ സംഘടനകൾ? SDPI എന്ന പേരിൽ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ, ഇമാം കൗൺസിൽ എന്ന പേരിൽ, അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തീവ്രവാദ പ്രസ്ഥാനം വളർത്തുന്ന ഈ പ്രവർത്തനത്തിന് കേരളത്തിന്റെ മണ്ണിലാണ് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ അവർ സംഘടന എന്ന പേര് പോലും ഉച്ചരിക്കാതെ സ്വകാര്യമായി തീവ്രവാദ ചിന്തകൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ഒരേ സമയം മുസ്ലിങ്ങളെ തീവ്രവാദികളും ഒരേ സമയം സുന്നി വിരുദ്ധരുമാക്കി തീർക്കാനുള്ള ഗൂഢമായ നീക്കവുമായി രംഗത്ത് വന്നപ്പോൾ അന്നതിനെ ശക്തമായ ചെറുത്തുനിൽപ്പതിനെ നടത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ നിർദ്ദേശപ്രകാരം അച്ചടക്കമുള്ള SKSSF എന്നതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിരുന്നു. ചരിത്രം സാക്ഷി. ഇന്ന് കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പേരില്ല. ഒരു സുന്നി സംഘടന അവരെ വിളിക്കില്ല, മുജാഹിദ് പ്രസ്ഥാനം അവരെ വിളിക്കില്ല, സലഫി പ്രസ്ഥാനം അവരെ വിളിക്കില്ല, ജമാഅത്തുകാരെ വിളിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടി പോലും അവരെ ഒരു സംഘടനയും ഒരു തരക്കും ബന്ധിപ്പിച്ചിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല. ഇവിടെ കർണാടക സ്റ്റേറ്റിൽ അതെല്ലാം മറന്ന് SKSSFന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംഘടനയെ ഔദ്യോഗിക വൃത്തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ഈ കക്ഷികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ ഇത്തരം തീവ്രവാദ സംഘടന കിട്ടുന്ന പരിപാടിയല്ല. സമസ്തയുടെ പ്രഖ്യാപിത നയം വളരെ വ്യക്തമാണ്. ಇಷ್ಟೊಂದು ಜನಸ್ತೋಮ ಜನಸಾಗರವನ್ನು ನೋಡುವಾಗ ಹೃದಯ ತುಂಬಿ ಬರ್ತದೆ. ಇಷ್ಟೊಂದು ಜನ ಯಾಕೆ ಸೇರಿದ್ದಾರೆ ಎಂಬ ಒಂದೇ ಒಂದು ಪ್ರಶ್ನೆ. ಧಾರ್ಮಿಕವಾಗಿ ಧರ್ಮದ ವಿಚಾರದಲ್ಲಿ ಮನುಷ್ಯ ಮತ್ತು ದೇವರ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ಸಂಬಂಧವನ್ನು ಕಂಡುಕೊಳ್ಳಲಿಕ್ಕೆ ಇಷ್ಟೊಂದು ದೊಡ್ಡ ಜನಸ್ತೋಮ ಇಲ್ಲಿ ಸೇರಿದೆ ಎಂದು ಹೇಳಿದರೆ ಖಂಡಿತವಾಗಿ ತಪ್ಪಾಗಲಾರದು. ഈ കർണാടകയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസ പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടൊരു കൂട്ടർ ഈ അടുത്ത കാലത്ത് കോടതിയിൽ വ്യവഹാരം നടത്തി. അവർ കോടതിയിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് മദ്രസകൾ തീവ്രവാദം പ്രകടിപ്പിക്കുന്നു, തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നാണ്. തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന മദ്രസയെക്കുറിച്ച് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളോടും അതിൻ്റെ പ്രവർത്തകരോടുമുള്ള വിദ്വേഷമാണെങ്കിൽ സത്യത്തിൽ മതത്തിൻ്റെ പ്രവർത്തനത്തെ പാരവെക്കുന്ന ഏർപ്പാടാണ് അവർ ചെയ്തത്. ഈ ദീനിനോടും ഈ സമൂഹത്തോടും ചില്ലറ കടപ്പാടുണ്ടെങ്കിൽ അത്തരമൊരു വ്യവഹാരം കോടതിയിൽ നടത്താൻ അവർ തയ്യാറാകുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആഗോളതലത്തിൽ നിന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദമാണ്. മുസ്ലിം സമൂഹം ഒരിക്കലും മുസ്ലിം നായകന്മാരും മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിൻ്റെ ആധികാരിക രേഖകളും ഒരു കാരണവശാലും തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല, തള്ളിപ്പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സമുദായത്തിലെ ആധികാരിക പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് അത്തരം വാദഗതികൾ കോടതിയിൽ ഉന്നയിച്ച ആളുകൾ മനസ്സിലാക്കണം. ആരാണത് കൊടുത്തതെങ്കിലും ആരാണതിന് പിൻബലമെങ്കിലും സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഈ ഏർപ്പാടിന് മുന്നോട്ട് വന്നവരെ തീർച്ചയായും സമുദായം പുറന്തള്ളുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കണം, സച്ചാർ കമ്മീഷൻ അടക്കം ഇന്ത്യ മഹാരാജ്യത്തെ മദ്രസകളെ കുറിച്ച് പഠിച്ചു. നോർത്ത് ഇന്ത്യയിലെ മദ്രസകളെ കുറിച്ച് പോലും പലപ്പോഴും സംശയമുണ്ടായിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലെ മക്തബുകളെ കുറിച്ചാണ്. ആ മക്തബുകളെ കുറിച്ചും മദ്രസകളെ കുറിച്ചും ഒക്കെ പഠിച്ച കമ്മീഷൻ പറയുന്നു, മദ്രസ എന്ത് ചെയ്യുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റിന് മുമ്പിൽ രേഖപ്പെട്ട് കിടക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുണ്ട്.
ജസ്റ്റിസ് ജദീദ് സച്ചാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്രസകളെ കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ പല കമ്മീഷനുകളും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ ഈ മദ്രസ ചെയ്യുന്ന പ്രവർത്തനം മദ്രസ ത്രൂ വിച്ച് ദ കമ്മ്യൂണിറ്റി എൻഷുർ ദാറ്റ് മദ്രസ എന്ന പ്രവർത്തനത്തിലൂടെ ഈ കമ്മ്യൂണിറ്റി നേടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ അക്വയർ നോളജ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിക നോളജാണ് മദ്രസകളിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഹാവ് ബിക്കം എ സിംബിൾ ഓഫ് മുസ്ലിം ഐഡന്റിറ്റി ഇൻ ഇന്ത്യ. മുസ്ലിം ഐഡന്റിറ്റി ഇന്ത്യയിൽ നിലനിർത്തുക എന്നതാണ് മദ്രസയുടെ ധർമ്മം. അതാണ് മദ്രസകൾ ചെയ്തിരിക്കുന്നത്. കനൽ പദങ്ങളിൽ നടന്നു നീങ്ങിയ പൂർവസൂരികളെ, കനകമുത്തുകളായി സമസ്തയെ നയിച്ച പണ്ഡിതരെ. കനൽ പദങ്ങളിൽ നടന്നു നീങ്ങിയ പൂർവസൂരികളെ, കനകമുത്തുകളായി സമസ്തയെ നയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿ ಯಶಸ್ವಿಗೊಳಿಸುವ ಕಾರಣಕರ್ತರಾದಂತಹ ಸರ್ವರಿಗೂ ದೀರ್ಘಾಯುಷ್ಯವನ್ನು ಆಫಿಯತನ್ನು ಕರುಣಿಸಲಿ. ಹಾಗೂ ಆಖಿರು ದಾವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ಬಿಫضಲಿ ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಲ್ಲಾಹುಮ್ಮ ಸಲ್ಲಿ ಅಲಾ ಮುಹಮ್ಮದ್ ಯಾ ರಬ್ಬಿ ಸಲ್ಲಿ ಅಲೈಹಿ ವಸಲ್ಲಂ.